മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ നിർമ്മാതാക്കൾക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉള്ളത്. സിനിമയുടെ നിർമ്മാണത്തിനായി പ്രതികൾ പണം മുടക്കിയിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. വഞ്ചിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി പ്രതികൾ തട്ടിപ്പ് നടത്തുകയായിരുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് 1000 പേജുള്ള ഈ കുറ്റപത്രം സമർപ്പിച്ചത്. നടൻ സൗബിൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിനെ, ഇപ്പോൾ മലയാള സിനിമാ ചരിത്രത്തിലെ വലിയ ഹിറ്റുകളിലൊന്നാണ് മഞ്ഞുമൽ ബോയ്സ്. പക്ഷേ ഈ ഒരു സിനിമയുടെ ആ ഒരു നല്ല പേര് തന്നെ ചീത്തയാക്കുന്ന തരത്തിലാണ് പിന്നീടുണ്ടായ ഒരു സാമ്പത്തിക തട്ടിപ്പ് വിവാദം. അപ്പോൾ ഈ സൗബിൻ ഷാഹിർ അടക്കമുള്ള ഈ 3 പ്രതികൾ അവർ 1 രൂപ പോലും മുടക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി മനഃപൂർവ്വം ഒരു പ്ലാൻ ഉണ്ടാക്കി അവരെ വഞ്ചിച്ചൊരു സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയായിരുന്നോ ഈ പ്രതികൾ? എന്താണ് ഈ കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം? മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രമാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. സൗബിൻ ഷാഹിർ അടക്കമുള്ള നിർമ്മാതാക്കൾക്ക് വലിയ കുരുക്കാവുന്ന തരത്തിലുള്ള ഒരു കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ കുറ്റപത്രത്തിൽ നിർമ്മാതാക്കൾക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണുള്ളത്. പ്രത്യേകിച്ച് വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വം ആസൂത്രണം ചെയ്താണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. ഒപ്പം തങ്ങളുടേതായ 1 രൂപ പോലും നിർമ്മാതാക്കൾ ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയിട്ടില്ല എന്നും വായ്പാ ഇനത്തിലും മറ്റും എടുത്ത പണമാണ് സിനിമയ്ക്ക് വേണ്ടി മുടക്കിയിട്ടുള്ളതെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ അരൂർ സ്വദേശിയായ സിറാജ് നൽകിയ പരാതി, അതായത് തന്നിൽ നിന്നും 7 കോടി രൂപ വാങ്ങിയ ശേഷം 40% ലാഭവിഹിതം തരാമെന്ന് പറഞ്ഞ് തന്നെ പറ്റിച്ചു. മുടക്കുമുതലോ അല്ലെങ്കിൽ ലാഭവിഹിതമോ തനിക്ക് നൽകില്ല എന്ന് പറഞ്ഞ പരാതിയിലാണ് ഇത്തരത്തിൽ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരുന്നത്. ഈ കേസിൽ സൗബിൻ ഷാഹിർ അടക്കമുള്ള പ്രതികൾക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സൗബിൻ ഷാഹിർ അടക്കമുള്ള പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും സുപ്രീം കോടതി ഈ ഹർജി തള്ളുകയും ചെയ്തിരുന്നു. സൗബിൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ, സൗബിന്റെ സുഹൃത്തു കൂടിയായ മറ്റൊരു നിർമ്മാതാവ് ഷോൺ ആന്റണി എന്നിവർക്കെതിരെയാണ് ഈ കേസുള്ളത്. ഈ കുറ്റപത്രം വിചാരണ വേളയിൽ പ്രതികൾക്ക് വലിയ കുരുക്കാകും എന്നത് ഉറപ്പാണ്. ശരി, ഇതിനപ്പോൾ കാത്തിരിക്കാം എന്ത് സംഭവിക്കും എന്ന്.